വായ്പയെടുത്താൽ എങ്ങനെ അടച്ചു തീർക്കാമെന്നാണ് എല്ലാവരും നോക്കുന്നത്. എന്നാൽ വേഗത്തിൽ ഒരുമിച്ച് അടച്ചു തീർത്ത് ബാധ്യത തീർക്കാമെന്ന് കരുതിയാൽ അതിലും ഹിഡൻ ചാർജുകളും സ്പെഷ്യൽ ഫീസും പിഴയുമൊക്കെ ഉണ്ടാകും. ഇതിനൊരു മാറ്റം വരണമെന്ന എല്ലാവരുടെയും ആഗ്രഹം നടക്കാൻ പോകുന്നതിന്റെ സൂചനകളാണ് പുറത്തുവരുന്നത്. ബിസിനസ് ഒഴികെയുള്ള മറ്റ് ആവശ്യങ്ങൾക്കായി വ്യക്തിഗത വായ്പ എടുത്തവർ വായ്പ നേരത്തെ തിരിച്ചടയ്ക്കുകയാണെങ്കിൽ അധിക ചാർജോ പിഴയോ ഏർപ്പെടുത്തുന്നതിൽ നിന്നും ബാങ്കുകളെ വിലക്കുന്നതിനുള്ള നടപടികൾക്കാണ് റിസർവ് ബാങ്ക് തുടക്കമിട്ടിരിക്കുന്നത്. വായ്പയെടുത്ത വ്യക്തി ഫ്ലോട്ടിംഗ് റേറ്റ് ലോൺ വായ്പാ കാലാവധിക്ക് മുമ്പ് അടച്ചു തീർക്കുകയാണെങ്കിൽ യാതൊരു ചാർജോ പിഴയോ ചുമത്താൻ പാടില്ല എന്ന നിയമമാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പുതിയ ചട്ടങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള കരട് സർക്കുലറും RBI പുറത്തിറക്കി. ഈ സർക്കുലറിനെ കുറിച്ച് ബാങ്കുകളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്ഷണിച്ചിരിക്കുകയാണ് RBI. ഇങ്ങനെ ലഭിക്കുന്ന അഭിപ്രായങ്ങൾ പരിഗണിച്ചതിനു ശേഷം ഒരു അന്തിമ സർക്കുലർ പുറപ്പെടുവിക്കാനാണ് തീരുമാനം. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാന വ്യവസ്ഥകൾ എന്തൊക്കെയെന്ന് നോക്കാം. ബിസിനസ് ഒഴികെയുള്ള ആവശ്യങ്ങൾക്കായി അനുവദിച്ച എല്ലാ ഫ്ലോട്ടിംഗ് റേറ്റ് വായ്പകളുടെയും മുൻകൂർ അടയ്ക്കൽ യാതൊരു ചാർജുകളോ പിഴകളോ ഈടാക്കാതെ ബാങ്കുകൾ അനുവദിക്കും. ടയർ 1, ടയർ 2 പ്രൈമറി അർബൻ സഹകരണ ബാങ്കുകളും വ്യക്തികൾക്കും MSE വായ്പക്കാർക്കും ബിസിനസ് ആവശ്യങ്ങൾക്കായി അനുവദിച്ച ഫ്ലോട്ടിംഗ് റേറ്റ് വായ്പകൾ കാലാവധി എത്തുന്നതിന് മുമ്പ് അടച്ചു തീർക്കുകയാണെങ്കിൽ യാതൊരു ചാർജുകളും പിഴകളും ഈടാക്കില്ല. ചെറുകിട ഇടത്തരം സംരംഭ വായ്പക്കാരുടെ കാര്യത്തിൽ ഓരോ വായ്പക്കാരനും അനുവദിച്ചിട്ടുള്ള 7.5 കോടി രൂപ വരെയുള്ള വായ്പകൾക്കാണ് ഈ നിയമങ്ങൾ ബാധകം. വായ്പ അടച്ചു തീർക്കുന്നതിനായി ഉപയോഗിക്കുന്ന പണത്തിന്റെ ഉറവിടം പൂർണ്ണമായോ ഭാഗികമായോ പരിഗണിക്കാതെ തന്നെ ഈ നിർദ്ദേശങ്ങൾ ബാധകമായിരിക്കും. കുറഞ്ഞ ലോക്ക്-ഇൻ കാലയളവ് നിശ്ചയിക്കാതെ തന്നെ ബാങ്കുകൾ വായ്പകളുടെ ഫോർക്ലോഷർ അല്ലെങ്കിൽ പ്രീ പേയ്മെന്റ് അനുവദിക്കേണ്ടതാണ് തുടങ്ങിയവയാണ് പ്രധാന വ്യവസ്ഥകൾ. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.